നമ്മുടെ PV അൻവർ ഒരു സർവേ ഫലം പുറത്തുവിട്ടിട്ടുണ്ട്. അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടാണ് ഫേസ്ബുക്കിലാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് UDF 89 സീറ്റ് നേടി അധികാരത്തിൽ എത്തുമെന്ന് അൻവറിന്റെ സർവേയിൽ കൂടെ പറഞ്ഞിരിക്കും. 89 11 സീറ്റിന്റെ കുറവുണ്ട്. കാരണം UDF VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ 100 സീറ്റാ പറഞ്ഞു നടക്കുന്നത്. ഈ 100 സീറ്റിൽ 89 എത്തി. ഇനി അത് 80 വരാനുള്ള സാധ്യതയുണ്ട്. പലരും പറയുന്നത് അത്ര 100 കിട്ടില്ല, 80 സീറ്റ് എന്നൊക്കെയാണ്. പക്ഷെ PV അൻവറിന്റെ ആ ഒരു ഫോർകാസ്റ്റിംഗ് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പിണറായി വിജയൻ ഇത്തവണ തോറ്റാലും അതിശയിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. കാര്യം വടക്കൻ ജില്ലകളിൽ, മലബാർ മേഖലകളിൽ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഒരു 40 സീറ്റുകൾ, 60-ൽ 40 സീറ്റുകൾ UDF പിടിച്ചെടുക്കും എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലപ്പുറം ജില്ല പൂർണ്ണമായും ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണ്. അതായത് മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് മലപ്പുറം ജില്ല. അവിടെ നിന്നുകൊണ്ട് ആ പാടെ എനിക്ക് തോന്നുന്നു KT ജലീൽ മാത്രമാണ് അവിടെ നിന്നുകൊണ്ട് കഴിഞ്ഞ തവണയും ജയിച്ചത്. പിന്നെ കഴിഞ്ഞ തവണ ജയിച്ചതിൽ ഒരാൾ PV അൻവറാണ് നിലമ്പൂരിൽ നിന്ന്. അപ്പം അവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ മൊത്തത്തിൽ മലപ്പുറം ജില്ല മൊത്തത്തിൽ അങ്ങാണ്ട് പിന്നെ UDF ഒപ്പം തന്നെ നിൽക്കുമെന്നുള്ള കാര്യം, അത് തന്നെ ഒരു 10-16 സീറ്റോളം അതിന്റെ വരും. പിന്നെ കോഴിക്കോട് ജില്ലയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലും ഇത്തവണ ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടതുപക്ഷത്തിന് തന്നെ കിട്ടും. കണ്ണൂർ ജില്ല പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂരിലും കൂടുതലും ഇടതുപക്ഷം. കണ്ണൂർ മാത്രം ചിലപ്പോൾ, അതായത് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ചിലപ്പോൾ ഒരു വീഴ്ച ഉണ്ടാവും. പിന്നെ ഇരിക്കൂർ അടക്കമുള്ള പല മണ്ഡലങ്ങളും, കണ്ണൂര് പേരാവൂരിൽ ചിലപ്പോൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. പേരാവൂരിൽ സണ്ണി വക്കീലും നമ്മുടെ ഷൈല ടീച്ചറും തമ്മിലുള്ള ശക്തമായ മത്സരം. പിന്നെ TK ഗോവിന്ദനും ശ്യാമള ടീച്ചറും തമ്മിലുള്ള മത്സരം. പിന്നെ V കുഞ്ഞികൃഷ്ണനും ഇത്തവണ കളം തൊടുന്ന കാര്യം സംശയമാണ്. കാര്യം ഇവിടെ TA മധുസൂദൻ ആണോ നല്ലത്, V കുഞ്ഞികൃഷ്ണൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TA മധുസൂദന്റെ പേരെ പറയുള്ളൂ. കാര്യം കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞികൃഷ്ണൻ കുറച്ച് ഏജ് ഓവറായി നിൽക്കുന്ന ഒരാളാണ്. പാർട്ടിയിൽ ഈ പറയുന്ന പ്രായത്തിന്റെ ഒരു ചെറിയ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം ശ്യാമള ടീച്ചറെ സംബന്ധിച്ചിടത്തോളം, ശ്യാമള ടീച്ചർ തളിപ്പറമ്പിൽ ഒരുപാട് കാര്യങ്ങളിൽ അവിടെ പിന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. ആന്തൂര് നഗരസഭാ ചെയർപേഴ്സൺ ആയിട്ടായിരുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ശ്യാമള ടീച്ചർക്ക് ഒരു വലിയ പ്രാധാന്യം ഇവിടെ കൊടുക്കാം. പാലക്കാടും ഈ പറയുന്ന പോലെ ഒരു അവസ്ഥയാണ്. പാലക്കാട് ജില്ലയിൽ പലയിടങ്ങളിൽ ഇപ്പം ഒറ്റപ്പാലം എന്ന് പറയുന്ന മണ്ഡലത്തിൽ PK ശശി ജയിക്കാൻ സാധ്യത കുറവാണ്. മലമ്പുഴ ഈ പറയുന്ന സുരേഷ് കുമാർ ജയിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പം ഇദ്ദേഹം ഈ പറയുന്ന PV അൻവർ എപ്പോഴും കണക്ട് ചെയ്ത് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. PV അൻവർ കണക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒന്ന്, സുരേഷ് കുമാർ ജയിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. അവിടെ ഒറ്റപ്പാലത്ത് PK ശശി ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. പിന്നെ വിമതന്മാരെല്ലാവരും ജയിക്കും. ഇപ്പം കുഞ്ഞികൃഷ്ണൻ ജയിക്കാൻ സാധ്യതയുണ്ട്, TK ഗോവിന്ദൻ മാസ്റ്റർ ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വിമതന്മാര് സുധാകരൻ, ആലപ്പുഴയിൽ നിന്ന് സുധാകരൻ ജയിക്കാൻ, അമ്പലപ്പുഴ സുധാകരൻ ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തുടങ്ങി ഇദ്ദേഹം പറയുന്ന പേരുകളിൽ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പേരുകാരെ വെച്ചുകൊണ്ടാണ് ഈ PV അൻവർ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കാൻ വേണ്ടിയിട്ട് 2024 മറ്റോ ആണെന്ന് തോന്നുന്നു ഈ പറയുന്ന മമതാ ബാനർജിക്ക് കത്തയക്കുന്നത് നവംബർ മാസത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ PV അൻവറിന് ഇവരെ വാക്കിലെങ്കിലും ജയിപ്പിച്ചേ പറ്റൂ. അതായത് സുധാകരനെയും TK ഗോവിന്ദൻ മാസ്റ്ററെയും ഈ പറയുന്ന നമ്മുടെ കുഞ്ഞികൃഷ്ണനെയും ഒക്കെ, ശശി ഉൾപ്പെടെ, സുരേഷ് ഉൾപ്പെടെ ഇവരെല്ലാം ജയിപ്പിച്ചേ പറ്റൂ. കാര്യം ഇവരെല്ലാം ലിസ്റ്റിലുള്ളതാണ്. ഐഷ പോറ്റിയും ജയിക്കണം. കാര്യം ഐഷ പോറ്റി അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുള്ള ഒരാളാണ് ഐഷ പോറ്റി. പിന്നെ ഇപ്പൊ തൽക്കാലം പറയാത്തതിന്റെ വേറൊരു കാരണം എന്ന് വെച്ചാൽ, നമുക്ക് കായംകുളത്ത് നിന്നുകൊണ്ട് ഉള്ള പ്രതിഭയുടെ പേര് പറയില്ല. കാര്യം പ്രതിഭ ജയിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല. പ്രതിഭയുടെ പേര് ഇപ്പൊ പറയാൻ പറ്റില്ല. കാര്യം ഒരു CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരാളാണ്. അപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നാലും പ്രതിഭ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് പിന്നെ PV അൻവറിന്റെ പാർട്ടിയിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ തെക്കൻ ജില്ലയിൽ സംബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, തെക്കൻ ജില്ലയിൽ 48-ൽ 25 സീറ്റുകളാണ് UDF നേടുമെന്ന് പറയുന്നത്. 48 സീറ്റിൽ ബാക്കി വരുന്ന ഏകദേശം ഒരു 27 സീറ്റോളം വരുന്നത് പിന്നെ ഇവരുടെ കയ്യിലേക്ക്, 17 സീറ്റോളം ഇവരുടെ കയ്യിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ പലയിടങ്ങളിലും, അപ്പം പല മണ്ഡലങ്ങളിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ തെക്കൻ മധ്യ കേരളത്തിൽ 32-ൽ 21 UDF നേടും. മധ്യ കേരളത്തിൽ നമ്മൾ പറയുന്ന അംഗീകരിക്കാൻ സാധിക്കും. എറണാകുളം ആണെങ്കിലും, എറണാകുളം UDF-ന്റെ കോട്ടയാണ്. എറണാകുളത്ത് 3-4 സീറ്റുകൾ മാത്രമേ ഇപ്പൊ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന കൊച്ചി, നമുക്ക് KJ മാക്സ് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മറ്റൊരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ ഇത്തവണ P രാജീവിനെതിരായിട്ട് വലിയ ശക്തമായ വികാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ P രാജീവ് ജയിക്കാനുള്ള സാധ്യതയുണ്ട്.
കുന്നത്താട് മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കുന്നത്താട് മിക്കവാറും ശ്രീനിജന് ഒരു നേരിയ സാധ്യത നമുക്കവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു 3-4 മണ്ഡലങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെയും ഈ പറയുന്ന എറണാകുളം ജില്ല കൂടുതലായി നിൽക്കും. പിന്നെ ഇവിടെ കോട്ടയത്തെ സംബന്ധിച്ച് കോട്ടയത്ത് നിലവിലുള്ള ഒരു സ്ഥിതി തുടരാനാണ് സാധ്യത. അല്ല അവിടെ വലിയ മാറ്റങ്ങളൊന്നും, അതായത് LDF മുച്ചൂടും പിടിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഇപ്പം നിലവിൽ എന്താണ് അവസ്ഥ? പിന്നെ പാലായിൽ ഒരു ചെറിയ മാറ്റം ഇത്തവണ സംഭവിക്കാനാണ് സാധ്യത. കാര്യം കഴിഞ്ഞ തവണ പാല മാണി സി കാപ്പനെ ഇറക്കിക്കൊണ്ട് പിന്നെ UDF പിടിച്ചെങ്കിൽ ഇത്തവണ ഈ ജോസ് കെ മാണി തന്നെ പാലായിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം അവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പം അതിനനുസരിച്ച് ഉള്ള ഒരു ചെറിയൊരു ഇതുണ്ടാവും. പിന്നെ തന്നെയല്ല ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കി കൂടുതലും ഈ പറയുന്ന പോലെ തന്നെയാണ് അവർക്ക് ഉള്ളതാണ്. മധ്യകേരളം അങ്ങനെ തെക്കൻ കേരളത്തെ സംബന്ധിച്ച് തെക്കൻ കേരളത്തെ തിരുവനന്തപുരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ തിരുവനന്തപുരത്ത് നിലവിലത്തെ സാഹചര്യം വെച്ചൊരു 2 സീറ്റിൽ കൂടുതലൊന്നും തിരുവനന്തപുരത്ത് UDFന് അവകാശപ്പെടാൻ കഴിയില്ല. ഒന്ന് കോവളം ഉറപ്പായിട്ടും കിട്ടും. ബാക്കി ഇങ്ങോട്ട് വരുന്ന ഒന്ന് നേമമോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവോ, പിന്നെ തിരുവനന്തപുരം സെൻട്രൽ ചിലപ്പോൾ, അതൊക്കെ ഉള്ളൂ. നേമത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UDFന് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അവിടെ ശബരിനാഥാണ് അവിടെ മത്സരിക്കുന്നത്. ശബരിനാഥും പിന്നെ ഇയാളും രാജീവ് ചന്ദ്രശേഖറും ശിവൻകുട്ടിയും. അപ്പൊ അവിടെയും LDFന് തന്നെ മുൻതൂക്കമുണ്ട്. പിന്നെ വട്ടിയൂർക്കാവ് ഒരുപക്ഷെ സംശയത്തിന് നിലയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പൊ ഇങ്ങനെ കുറച്ച് മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്കാറ്റേഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിലും ഈ പറയുന്ന ഒരു 89 സീറ്റ് എന്ന് പറയുന്ന ഒരു വലിയ മാർജിനിലേക്കൊക്കെ UDF പോകുമോ എന്നുള്ള കാര്യം സംശയമാണ്. തൃശ്ശൂർ ആണെങ്കിൽ തന്നെ ഇപ്പൊ തൃശ്ശൂര് പലയിടങ്ങളിലും ഇപ്പൊ ഇരിഞ്ഞാലക്കുട ആണെങ്കിൽ തന്നെ ഇരിഞ്ഞാലക്കുട നിൽക്കുന്നതെന്ന് വെച്ചാൽ ജോസഫ് ഗ്രൂപ്പിന്റെയാണ് ഇരിഞ്ഞാലക്കുട നിൽക്കുന്നത്. അപ്പൊ ഇരിഞ്ഞാലക്കുടയിലാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ TN പ്രതാപന് രവീന്ദ്രൻ മാസ്റ്ററും കൈകൊടുക്കുന്ന മണലൂരാണെങ്കിലും ഇതൊക്കെ സംശയത്തിൽ നിൽക്കുകയാണ്. മലപ്പുറം വയനാടും ആണ് തറപ്പിച്ചു പറയുന്നത്. മലപ്പുറവും വയനാട്ടിലെ 2 എണ്ണം ഏകദേശം ഉറപ്പിക്കാം. ഇത് തന്നെയല്ല വലിയ മുഴുവൻ സീറ്റും കിട്ടാൻ സാധ്യത. വയനാടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ OR കേളു അത്ര മോശപ്പെട്ട ഒരു നേതാവൊന്നും അല്ല. OR കേളുവിനെ സംബന്ധിച്ച് മാനന്തവാടി അവർക്ക് പിന്നെ കിട്ടാക്കനി തന്നെ ആവാനാണ് സാധ്യത. PK ജയലക്ഷ്മി ഇന്ന് 2 തവണ പരാജയപ്പെട്ട് പോയ ഒരു മണ്ഡലം കൂടിയാണ്. ഒരു തവണ അവർ മന്ത്രിയാവുകയൊക്കെ ചെയ്തു ജയലക്ഷ്മി. അതിനുശേഷം പിന്നെ ജയലക്ഷ്മിക്ക് അവിടെ ജയിക്കാനും സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേളു ഇത്തവണയും ഇവിടേക്ക് നിയമസഭയിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് വയനാട് ഒരു ക്ലീൻ സ്വീപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയൊന്നും വരില്ല. പിന്നെ സുൽത്താൻ ബത്തേരിയെ സംബന്ധിച്ചുള്ള IC ബാലകൃഷ്ണൻ ഇത്തവണ ജയിക്കാൻ നേരിയ സാധ്യതയുണ്ട്. കൽപ്പറ്റയിൽ T സിദ്ദിഖ് തന്നെ അവിടെ ജയിക്കും. കാര്യം ഇവിടെ ഈ 2 ഭാഗങ്ങളിലും ലീഗ് വോട്ടുകൾ വളരെ ശക്തമാണ്. പിന്നെ വയനാടിന്റെ 2 മേഖലകൾ ബത്തേരി ആണെങ്കിൽ തന്നെയും ഈ പറയുന്ന കൽപ്പറ്റയാണെങ്കിൽ ടൗൺഷിപ്പ്, വയനാട് ടൗൺഷിപ്പ് ഒന്നും അതിനെ ബാധിക്കില്ല. കാര്യം അവിടെ ലീഗിന്റെ വോട്ടുകൾ എപ്പോഴും ഒരു ഉറച്ച കോട്ട പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഇടങ്ങളാണ് ഈ പറയുന്ന 2 മണ്ഡലങ്ങൾ. അപ്പൊ അതുകൊണ്ട് അവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇത്തവണയും IC ബാലകൃഷ്ണൻ ആണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ കിട്ടും, T സിദ്ദിഖിന് ഇവിടെ നിന്ന് കിട്ടും. അല്ലാതെ അവിടെ ഒരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് ഒരു നീക്കം ഒന്നും നടക്കില്ല. കാര്യം വയനാടിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കമ്മ്യൂണൽ വോട്ടുകളുടെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ്. പിന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ വോട്ടുകളെല്ലാം ഏത് വഴിക്ക് എന്നുള്ളതാണ്. പിന്നെ ഈ 89 സീറ്റൊന്നും പോകാനുള്ള ഒരു സാധ്യതയും നിലവിൽ ഇല്ല. പിന്നെ PV അൻവറിനെ സംബന്ധിച്ച് PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അൻവർ പറയുന്ന മലബാറിൽ ആന്റി പിണറായി തരംഗം ആഞ്ഞു വീശുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഇരിക്കൂർ എന്ന് പറയുന്ന മണ്ഡലം നമ്മൾ എടുത്തു നോക്കും. പിന്നെ ഇപ്പൊ കാഞ്ഞങ്ങാട് നോക്കിക്കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് CPI മത്സരിക്കുന്ന ഒരു മണ്ഡലം. അവിടെ ആരാ മത്സരിക്കുന്നത്? അത് പിന്നെ ഇവരുടെയാണ്. അത് ഷൈജി ഒറ്റപ്പള്ളി എന്ന് പറഞ്ഞിട്ട് പിന്നെ ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു ടീമാണ് സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. അത് കിട്ടത്തില്ല. അപ്പൊ കാഞ്ഞങ്ങാട് പോയി കിട്ടി. പിന്നെ ഉദുമ അങ്ങനെയൊക്കെ പറയുന്ന കുറെ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. മഞ്ചേശ്വരം പിന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കുന്ന കേസുകളാണ്. അപ്പൊ പിന്നെ കണ്ണൂർ തീരെയില്ല. കണ്ണൂരിൽ അങ്ങനെ ഒരു വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യത. പിന്നെ ആന്റി പിണറായി എന്നൊക്കെ പിണറായിയുള്ള ഒരു വ്യക്തിവൈരാഗ്യം കൊണ്ട് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ PV അൻവറിന്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. PV അൻവറിന് ഈ തെരഞ്ഞെടുപ്പിന് ഒടുവിൽ PV അൻവർ എവിടെ എത്തിച്ചേരും? PV അൻവറിന് നാളെ ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകുമോ? PV അൻവർ ഇനി ഏതെങ്കിലും മുന്നണിക്കകത്ത് തുടരുമോ? ഇനി അതല്ല ഇവർക്കൊപ്പം നിൽക്കാനുള്ള തൃണമൂൽ കോൺഗ്രസ് തള്ളി പറഞ്ഞു. അപ്പൊ ഇവരിൽ എത്ര പേരെ കൂട്ടിക്കൊണ്ട് ഇനി PV അൻവറിന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആകെ ആശങ്കയിലാണ്. കാര്യം ഈ വിമതന്മാരുടെ കൂട്ടത്തിൽ എത്ര പേര് ജയിക്കുമെന്ന് തന്നെ നമുക്കൊരു ഉറപ്പില്ല. വിമതന്മാരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന ഗോവിന്ദമാഷി, TK ഗോവിന്ദമാഷി ജയിക്കാനോ G സുധാകരൻ വേണമെങ്കിൽ അല്പമെങ്കിലും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു എന്ന് പറയുന്നത് അമ്പലപ്പുഴയിലാണ്. വേറെ എങ്ങും അത്ര ടൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു മത്സരവും. അതുകൊണ്ട് വിമതന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ജയിച്ച് PV അൻവറിനെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ വെറുതെ പറയുന്നതാണ്. അതൊന്നും നടപ്പ് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് PV അൻവറിന്റെ പിന്നെ ഒരു മുന്നോട്ടുള്ള രാഷ്ട്രീയ നീക്കം തന്നെ അനിശ്ചിതത്വത്തിലായിരിക്കുന്ന സമയത്ത് ഈ സർവേ ഒക്കെ കേരളത്തിലുള്ള ആൾക്കാർ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഒരു കണക്ക് പ്രകാരം ഏകദേശം 78 സീറ്റിനകത്ത് എന്താണെങ്കിലും LDF നേടാനുള്ള ഒരു സാധ്യതകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.